ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബയോളജിയിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 5ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠം, അകറ്റി നിർത്താം രോഗങ്ങളെ. നമ്മുടെ എല്ലാ മത്സര പരീക്ഷകളിലും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് രോഗം, രോഗകാരികൾ തുടങ്ങിയ ടോപ്പിക്സ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഉപജില്ലാ ശാസ്ത്രമേളയിൽ ശാസ്ത്ര പരീക്ഷണത്തിന് പങ്കെടുക്കാൻ അവസാന തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് അപ്പു. അതിനിടയിലാണ് പനി പിടിപെട്ടത്. മരുന്ന് കഴിച്ചെങ്കിലും പനി ശമിച്ചില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രക്തം പരിശോധിച്ചപ്പോഴാണ് തനിക്ക് ഡെങ്കിപ്പനിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞത്. കഴിഞ്ഞ തവണ ജില്ലാ തലം വരെ എത്തിയ അവൻ ഇത്തവണ സംസ്ഥാന തലത്തിൽ എത്തണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ അപ്പുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഡെങ്കിപ്പനി വരാൻ ഇടയാക്കിയ സാഹചര്യം എന്തൊക്കെയായിരിക്കും? ഇതുപോലുള്ള അസുഖങ്ങൾ കാരണം നിങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച പല കാര്യങ്ങളും നടക്കാതെ പോയിട്ടില്ലേ എന്നൊക്കെ കുട്ടികളോട് ചോദിക്കുകയാണ്. ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, അവിടെ കുറേ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ബോധവൽക്കരണത്തിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മഴക്കാല രോഗങ്ങൾ പടർന്നു വരുന്നുണ്ട്, ജാഗ്രത എന്നൊക്കെ പറയും. അപ്പോൾ മഴക്കാലത്ത് ഇത്തരം രോഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം എന്തൊക്കെയായിരിക്കാം? നിങ്ങൾക്കറിയുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തുക എന്നൊക്കെ പറയും. കുട്ടികളോട് തന്നിട്ടുണ്ട്. വയറുവേദന, തലവേദന, ജലദോഷം, പനി, തുമ്മൽ, അതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാ രോഗങ്ങളും പകരുന്നവയാണോ? എല്ലാം പകരുന്നതല്ല അല്ലേ. ചില രോഗങ്ങൾ പകരുന്നത് കൊതുക്, ഈച്ച, എലി തുടങ്ങിയ ജീവികൾ പല രോഗങ്ങളും പരത്തുന്നുണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അത് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് കേട്ടോ. ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ 5ാം ക്ലാസ്സിൽ താഴെയുള്ള പാഠപുസ്തകം തൽക്കാലം നോക്കേണ്ട ആവശ്യമില്ല. കാരണം അതും അതിൻ്റെ ഹയർ ലെവലാണ് 5 മുതൽ മുകളിലേക്ക് വരുന്നത്. സോ നമുക്ക് അത് മുതൽ നോക്കിയാൽ മതിയാവും. കൊതുക്, ഈച്ച, എലി തുടങ്ങിയ ജീവികൾ പല രോഗങ്ങളും പരത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവകൾ പരത്തുന്നതാണ്. അപ്പോൾ ഈ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ആരാ? രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഇവകളല്ല. അതാരാണെന്ന് നമുക്ക് പഠിക്കാം. ഇവിടെ കണ്ടോ, ബാക്ടീരിയയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, വൈറസിൻ്റെ ചിത്രം, ഫംഗസ്. ഈ ചിത്രങ്ങൾ നന്നായിട്ട് മനസ്സിലോട്ട് പതിക്കുക കേട്ടോ. ബാക്ടീരിയ, വൈറസിൻ്റെ ചിത്രം ഇനി നമ്മൾ മറക്കില്ല അല്ലേ. കൊറോണ വൈറസിൻ്റെയൊക്കെ ചിത്രങ്ങൾ നമ്മൾ പല രീതിയിൽ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടത് കൊണ്ട് വൈറസിൻ്റെ രൂപം നമ്മൾ മറക്കില്ല. ദെൻ ഫംഗസ്, സൂക്ഷ്മജീവികൾ. വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളിൽ ചിലതിൻ്റെ പ്രവർത്തനമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്നത്. ഇവ രോഗമുള്ള ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. അപ്പോൾ രോഗം ഉണ്ടാകാൻ കാരണം വൈറസ്, ഫംഗസ്, ബാക്ടീരിയ തുടങ്ങിയ സൂക്ഷ്മജീവികളാണ്. ഇവ ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തുമ്പോഴാണ് രോഗം പകരുന്നത്. ഇവകളെ വഹിച്ചു കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈച്ചയും കൊതുകും എലിയൊക്കെ. സോ ആരാണ് രോഗം പരത്തുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ലേ, ഈച്ചയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ ഭക്ഷണത്തിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ മുകളിൽ. ഈച്ച എങ്ങനെയാണ് രോഗം പരത്തുന്നത്? ജലദോഷവും മഞ്ഞപ്പിത്തവും പകരുന്നത് ഒരുപോലെയാണോ? ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, വയറിളക്കം എന്നിവ പരത്തുന്നത് ഒരേ ജീവിയാണോ? ഇപ്പോൾ രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുന്നത് എങ്ങനെയെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു അസുഖം മറ്റൊരാളിലേക്ക് വരുന്നത് വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ വായുവിലൂടെയോ ജീവികൾ വഴിയോ ആകാം. അപ്പോൾ വെള്ളം, ഭക്ഷണം, വായു, ജീവികൾ, ഇത് 4ഉം രോഗത്തെ പരത്തുന്ന ഘടകങ്ങളാണ്. വെള്ളം, ഭക്ഷണം, വായു, ജീവികൾ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗത്തെ നമ്മൾ പറയുന്നത് പകർച്ചവ്യാധികളാണ്. നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന പകർച്ചവ്യാധികളാണ് ജലദോഷം, ചെങ്കണ്ണ്, കോളറ, ടൈഫോയിഡ്, ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മന്ത്, മഞ്ഞപ്പിത്തം, എലിപ്പനി. ഇത് കോമൺ ആയിട്ട് പറഞ്ഞ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി പകരുന്ന രോഗവും അതാരാണ് പകർത്തുന്നത് എന്നുള്ള, ഏത് രീതിയിലാണ് പകരുന്നത് എന്നുള്ളതാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ: ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. വായുവിലൂടെ ഏതൊക്കെ പകരുന്നു? ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിങ്ങനെ ഓർക്കാം. നമ്മളിങ്ങനെ വിശന്ന് വലങ്ങി ഇരിക്കുന്ന സമയത്താണ് വായുവിലൂടെ മണം വരുന്നത്. എന്തിൻ്റെ മണം? ചിക്കൻ്റെയും, മീസിൽസ് എന്നുള്ളത് നമ്മൾ മീൽസ്, ഊണ്, ചിക്കൻ്റെയും ഊണിൻ്റെയൊക്കെ മണം വരുന്നു.
അപ്പോൾ ഈ ചിക്കൻ്റെയും മീനിൻ്റെയൊക്കെ മണം വന്നു, പക്ഷേ നമുക്കത് കിട്ടുന്നില്ല. കാരണം നമുക്ക് ജലദോഷം ആയതുകൊണ്ട് നമുക്കത് കിട്ടുന്നില്ല. സോ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ക്ഷീണിച്ച് നിൽക്കുകയാണ്. സോ നമുക്കിങ്ങനെ ഓർക്കാം, നമ്മൾ ഭക്ഷണം കഴിക്കാതെ വളരെ ക്ഷീണിച്ച്, അപ്പോൾ അവിടെ ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് വായുവിലൂടെ ചിക്കൻ്റെയും മീൽസിൻ്റെയൊക്കെ മണം വന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല, കാരണം നമുക്ക് ജലദോഷമായിരുന്നു. ഇങ്ങനെ സെൻറ്റൻസിൽ പഠിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും, അല്ലാതെ പെട്ടെന്ന് കാണാപ്പാടം പഠിച്ചു വെച്ചാൽ ഓർമ്മ വരില്ല കേട്ടോ. അപ്പോൾ ഇത് വേറെ എവിടെയും നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കോഡായിരിക്കും. ഞാൻ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞതാണ്. നമ്മൾ ഷോർട്ട് ഫോമൊക്കെ ഓർത്താൽ ചിലപ്പോൾ മനസ്സിലേക്ക് വരണമെന്നില്ല. അപ്പോൾ വായുവിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം കഴിക്കാതെ വളരെ ക്ഷയിച്ചിരിക്കുകയാണ്. അപ്പോൾ വായുവിലൂടെ എന്ത് വന്നു, ചിക്കൻ്റെയും മീൽസിൻ്റെയും മണം വന്നു, പക്ഷെ ജലദോഷം ആയതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ മണം കിട്ടിയില്ല. ദെൻ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നത്. വെള്ളം, ആഹാരം. എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. അപ്പോൾ വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നതാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. സോ ഇത് നമുക്ക് ഇങ്ങനെ പഠിക്കാം. വെള്ളവും ആഹാരം മുന്നിൽ വെച്ചിട്ട് ഒരാൾ വന്നിരിക്കുകയാണ് കേട്ടോ. വെള്ളവും ആഹാരവും മുന്നിൽ വെച്ചിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. അയാൾ നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അയാൾ കോളറിൽ ടൈ കെട്ടിയിട്ടുണ്ട്. സോ കോളറിൽ ടൈ കെട്ടിയിട്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വെള്ളവും ആഹാരം ഒക്കെ കഴിക്കുക അത്ര എളുപ്പമല്ല. എളുപ്പമല്ല. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡ്രസ്സിലെല്ലാം മഞ്ഞ കളറാവും. വെള്ള ഷർട്ടാണ് ഇട്ടിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ വെള്ളവും ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അയാൾ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഒരുങ്ങിയാണ് വന്നത്. അപ്പോൾ കോളറിൽ ടൈ ഒക്കെ കെട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആഹാരം കഴിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡ്രസ്സിൽ മഞ്ഞയാവും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു സെൻറ്റൻസിൽ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചില ആളുകൾ ഇത്രയും വളച്ചിട്ട് പറയുന്നതിനേക്കാളും നേരിട്ടങ്ങ് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കും. നമ്മൾ ഈ ഒറ്റ അക്ഷരങ്ങൾ ചേർത്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു സംഭവം പോലെ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതൊരു സയൻറ്റിഫിക് മെത്തഡാണ് കേട്ടോ. സോ ഓർക്കുക, വെള്ളത്തിലും ആഹാരത്തിലൂടെയും പകരുന്നത് എന്ന് പറയുമ്പോൾ മനസ്സിൽ വരിക ഒരാൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, ടിപ്പ് ടോപ്പാണ്. സോ ടിപ്പ് ടോപ്പ് എന്ന് പറഞ്ഞാൽ കോളറിൽ ടൈ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കോളറിൽ ടൈ കെട്ടിയിരിക്കുന്നത് കൊണ്ട് തന്നെ കഴിക്കാൻ അത്ര എളുപ്പമല്ല. എലിപ്പനി. സോ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഡ്രസ്സിൽ മഞ്ഞ നിറം വരും. അപ്പോൾ മഞ്ഞപ്പിത്തം. ദെൻ ഈച്ച മുഖേന പകരുന്ന രോഗം. അപ്പോൾ ഇവിടെ ഈച്ച എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെയും കോളറ വരുന്നുണ്ട് കേട്ടോ. കോളറ, വയറിളക്കം. ഈച്ച, കോളറ, വയറിളക്കം. രണ്ടിലും ഉണ്ട്. കോളറ, വയറിളക്കം. ഇപ്പോൾ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരാളിങ്ങനെ ഇരുന്ന് പാട്ടിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈച്ച വന്നിട്ട് എന്ത് ചെയ്തു, ഇയാളെ ശല്യപ്പെടുത്തിയപ്പോൾ അയാൾ ഒരു ബ്ലൂടൂത്തൊക്കെ കോളറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോളറിൽ വെച്ചിരുന്ന ആ വയർ ഇളക്കിയിട്ട് ഈച്ചയ്ക്ക് ഒരു അടി കൊടുത്തു. അപ്പോൾ കോളറിൽ കിടന്ന വയർ ഇളക്കി ഈച്ചയെ അടിച്ചു. കേട്ടോ, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ചിരി വരുന്ന രീതിയിലുള്ള കോഡായിരിക്കും, പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് പരീക്ഷകളിൽ നല്ല ഉപയോഗം ചെയ്യും, ഉറപ്പാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈച്ചയെ കാണുമ്പോൾ എന്ത് ചെയ്യണം, കോളറിൽ കിടക്കുന്ന വയർ ഇളക്കി അങ്ങ് അടിക്കണം. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ബ്ലൂടൂത്തിൻ്റെ എല്ലാം വയർ ഇങ്ങനെ കോളറിൽ വെച്ചിട്ട് പോകുന്ന ആളെ കണ്ടിട്ടില്ലേ? അപ്പോൾ അവരെ കാണുമ്പോൾ മനസ്സിലാക്കുക, അവരെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരിക, കോളറ, വയറിളക്കം. അപ്പോൾ ഈച്ച മുഖേന പരക്കുന്ന രോഗങ്ങളാണ്. ദെൻ കൊതുക് മുഖേന പരക്കുന്ന രോഗം. ഇവിടെ ചിക്കൻ ഗുനിയ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞത് ചിക്കൻ പോക്സ് ആണ് കേട്ടോ. ചിക്കൻ പോക്സ്. ഇവിടെ നമുക്ക് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഓക്കെ അല്ലേ? മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. ഇനി നമുക്ക് ഒരാൾ മല കയറാൻ പോകുന്നൊരു കഥ നോക്കാം. ഒരാൾ മല കയറുകയാണ്. മല കയറുന്ന സമയത്ത് ആ കാലൊക്കെ ഇങ്ങനെ മന്ത് പിടിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മന്തിപ്പുണ്ടല്ലേ, കാലൊക്കെ അങ്ങ് മന്തിപ്പ് വന്ന് അയാളിങ്ങനെ കുനിഞ്ഞു നോക്കി, കാലിൽ എന്താണ്
പറ്റിയെന്നറിയാൻ വേണ്ടി അയാളിങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ്. കുനിഞ്ഞു നോക്കുന്ന സമയത്ത് കാലിലൊരു കൊതുക് ഇരിക്കുന്നു. അപ്പോൾ അയാൾ ആ ഡിങ്കനെ വിളിച്ചു അല്ലേ, ഡിങ്ക കാടല്ലേ, കാടിൽ ഡിങ്കനല്ലേ ഉണ്ടാവുക, ഡിങ്ക രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഒരാൾ മല കയറാൻ വേണ്ടി പോയി. അപ്പോൾ മല കയറാൻ വേണ്ടി പോയ സമയത്താണ് കാലിങ്ങനെ മന്ദീഭവിച്ചതായിട്ട്. അപ്പം അപ്പോൾ അയാൾ കുനിഞ്ഞു നോക്കി, ഗുനിയ. ഇവിടെ ചിക്കൻ ഞാൻ പറയാത്തത്, ഇവിടെ ചിക്കൻ ബോക്സ് ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ചിക്കൻ ഗുനിയ എടുത്തത്. അയാൾ കുനിഞ്ഞു നോക്കുന്ന സമയത്ത് കാലിൽ കൊതുക് കണ്ടപ്പോൾ അയാളെ ഡിങ്കനെ വിളിച്ചു. ഓക്കെ അല്ലേ? ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപയോഗം ചെയ്യും. ദെൻ സമ്പർക്കം മുഖേന ഉണ്ടാകുന്നത് ചെങ്കണ്ണ്, കുഷ്ഠം. ഇതിന് പ്രത്യേകിച്ച് കോഡൊന്നും ഞാൻ പറയുന്നില്ല. സമ്പർക്കം, ചെങ്കണ്ണ്, കുഷ്ഠം അല്ലേ? നമ്മൾ കണ്ണുകളിൽ ഇങ്ങനെ നോക്കിയിരുന്ന് ചെങ്കണ്ണൊക്കെ വരുത്തിച്ചത് ഓർമ്മയില്ലേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്? അതേപോലെ കുഷ്ഠം എന്ന് പറയുന്ന രോഗവും സമ്പർക്കം മൂലമാണ്. ഞാൻ ഇനി ജസ്റ്റ് നിങ്ങളൊന്ന് വീഡിയോ പൗസ് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞു നോക്കുക, ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന്. കിട്ടുന്നില്ല എങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ദെൻ നമുക്ക് ബാക്കി നോക്കാം. വിവിധ രോഗങ്ങൾ വ്യത്യസ്ത രീതിയിലാണ് എന്ന് മനസ്സിലായില്ലേ? അപ്പുവിന് ഡെങ്കിപ്പനി പിടിപെട്ടത് ഇതിൽ ഏത് രീതിയിലായിരിക്കും? അപ്പോൾ ഡിങ്കനെ വിളിച്ചു അല്ലേ? ഡിങ്കനെ വിളിച്ചപ്പോൾ കൊതുക് അടിച്ചപ്പോഴല്ലേ? അപ്പോൾ കൊതുക് മുഖേന. മനസ്സിലായോ? നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ ഇത്തിരി പോകുന്ന ഒരു കൊതുകിൻ്റെ കടി മൂലമല്ലേ അവൻ്റെ ആഗ്രഹം തകർന്നു പോയത്. സോ നമുക്ക് കൊതുക് മുഖേന പകരുന്ന അസുഖങ്ങളിലേക്ക് വരാം. കൊതുകിനെ തടയൽ. കൊതുകിനെ നശിപ്പിച്ചാൽ എന്തെല്ലാം രോഗങ്ങൾ പകരുന്നത് തടയാം? ഇപ്പോൾ കൊതുകിലൂടെ പകരുന്ന രോഗങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമല്ലോ. കൊതുകുകൾ എവിടെയെല്ലാമാണ് മുട്ടയിട്ട് പെരുകുന്നത്? കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാൻ അനുകൂലമായ എന്തെല്ലാം സാഹചര്യങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ട്? നമ്മുടെ വീടുകളിലും പരിസരത്തിലും കൊതുകുകൾക്ക് വളരാൻ സഹായകമായിട്ടുള്ള സാഹചര്യങ്ങൾ നാം സൃഷ്ടിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ചിത്രങ്ങളും തന്നിട്ടുണ്ട്. കണ്ടില്ലേ? പല തരത്തിലുള്ള ചിത്രങ്ങൾ കണ്ടില്ലേ? നമ്മുടെ വീട്ടിൽ ചിരട്ട, അതേപോലെ പ്ലാസ്റ്റിക്, വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതെല്ലാം കൊതുക് വളരാൻ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ വലയില്ലാത്തതിനാൽ കക്കൂസ് ടാങ്കിൻ്റെ എയർ പൈപ്പിലൂടെ കൊതുകുകൾ ടാങ്കിലേക്ക് മുട്ടയിട്ട് പെരുകുന്നു. ചുറ്റുപാടുകൾ വൃത്തിഹീനമായും കാട് മൂടിയും കിടക്കുന്നു. ചിരട്ടകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ ഇവയിൽ വെള്ളം കെട്ടി കിടക്കുന്നു. ഇങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നീക്കം ചെയ്യുക. ഇനി കുറച്ച് സ്പീഡിൽ പോവുകയാണ്. ഡ്രൈ ഡേ ആചരണം. കൊതുകിൻ്റെ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ടാണ്. കൊതുക് മുട്ടയിട്ടാൽ ഇപ്പോൾ 8 ദിവസം, കൊതുകിൻ്റെ മുട്ട 8, അപ്പോൾ മുട്ട വിരിയുന്നത് 8 ദിവസം കൊണ്ട്. കൊതുക് മുട്ടയിടാൻ സാധ്യതയുള്ള ചിരട്ട, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് പാത്രങ്ങൾ, മുട്ടത്തോട് തുടങ്ങിയവയിലെയും ചെടിച്ചട്ടി അല്ലേ, ചെടിച്ചട്ടിക്കിടെ അടിയിലെ പാത്രം, ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെയും കെട്ടി നിൽക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്നതാണ് ഡ്രൈ ഡേ. എന്ന് പറയുമ്പോൾ ആഴ്ചയിലൊരിക്കൽ ഈ വെള്ളമൊക്കെ ഒഴിവാക്കുന്ന രീതിയാണ്. പണ്ടൊക്കെ വളരെ വ്യാപകമായിട്ട് ഇരുന്നൊരു സംഗതിയാണ് അല്ലേ? ഒരു പ്രദേശത്തെ ആളുകൾ ഒന്നിച്ച് ഒരേ ദിവസം ഈ പ്രവർത്തനം ചെയ്താൽ ഇത് കൂടുതൽ ഫലപ്രദമാകും. പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും വെട്ടി വൃത്തിയാക്കൽ, ഓടകൾ ശുചിയാക്കൽ എന്നിവയും കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളാണ്. ഇവയ്ക്ക് പുറമെ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ചില തന്ത്രങ്ങൾ കൂടി നാം വീടുകളിൽ പ്രയോഗിക്കാറുണ്ടല്ലേ? അതിൽപ്പെട്ടതാണ് കൊതുക് വല, പുകയിടൽ, മോസ്കിറ്റോ ബാറ്റ് തുടങ്ങിയതൊക്കെ അല്ലേ? ദെൻ രോഗം പകരാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കാം? ഇനിയുള്ള മുൻകരുതലാണ്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടേണ്ട കാര്യമായതുകൊണ്ട് ഞാൻ സ്പീഡിൽ പോകുന്നതാണ് കേട്ടോ. കൊതുക് മുഖേന പകരുന്ന രോഗങ്ങൾക്കെതിരെ എടുക്കാവുന്ന മുൻകരുതലുകൾ നാം ചർച്ച ചെയ്തല്ലോ. മറ്റു രീതിയിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ കഴിയും? അപ്പോൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുക, എല്ലാം വൃത്തിയാകുക, ആഹാരങ്ങൾ അടച്ചു വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ കൊതുക് മുഖേനയുള്ള രോഗം പകരുന്നതാണെങ്കിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, ഡ്രൈ ഡേ ആചരിക്കുക, എല്ലാ ആഹാര പദാർത്ഥങ്ങളെല്ലാം അതൊക്കെ ഈച്ചയിലാണ് വരുന്നത് അല്ലേ? വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക, ഭക്ഷണം അടച്ച് സൂക്ഷിക്കുക. ഇതൊക്കെ ഈച്ച മുഖേനയുള്ള രോഗങ്ങൾ തടയാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ജലം, ആഹാരം എന്നിവയിലൂടെ ഉള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിപ്പിക്കുക, പഴകിയ ആഹാര വസ്തുക്കൾ കഴിക്കാതിരിക്കുക. ഇനി സമ്പർക്കം വഴിയുള്ളതോ? അവിടെ രോഗബാധിതരായി മറ്റുള്ളവർ അധികം സഹവസിക്കാതിരിക്കുക, അകലം പാലിക്കുക, ക്വാറന്റൈനൊക്കെ നമുക്ക് അവിടെ പറയാം. വായുവിലും നമുക്ക് എന്താ പറയുക, ആളുകളായിട്ടുള്ള സമ്പർക്കം കുറയ്ക്കുക,
മാസ്ക് ഒക്കെ ഉപയോഗിക്കുക, കൈകാലുകൾ എപ്പോഴും വൃത്തിയാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പറയാം. രോഗങ്ങൾ വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കുന്നതാണ്, അല്ലെ? പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ അഭികാമ്യം. ഇനി സൂക്ഷ്മജീവികളില്ലെങ്കിൽ, അപ്പം നമ്മൾ ചിന്തിക്കും, സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ടല്ലേ ഈ അസുഖം വന്നത്, അവകളില്ലെങ്കിലോ? ജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ എക്കാലത്തും മണ്ണിൽ അതേപടി കിടക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോൾ ജീർണിക്കാതെ കിടന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് പിന്നെ ആ സ്മെല്ല് കാരണം ജീവിക്കാൻ കഴിയില്ല. മാത്രമല്ല ഓരോ ജീവികളും ചത്തടിങ്ങ് ഇങ്ങനെ തന്നെ ഭൂമിയിൽ നിൽക്കുന്ന സമയത്ത് അത്രയും സ്പേസും പോകും. അപ്പോൾ ജൈവ അവശിഷ്ടങ്ങളെല്ലാം ജീർണിച്ച് മണ്ണിൽ ചേരുന്നത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും പ്രവർത്തന ഫലമായാണ്. ഇത് ഭൂമുഖത്തെ ശുചിയാക്കുന്നതോടൊപ്പം സസ്യങ്ങൾക്ക് വേണ്ട പോഷകങ്ങൾ നൽകുന്നു. സോ ഇത്തരം മൈക്രോ ഓർഗാനിസം കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ടല്ലേ? മൃതശരീരങ്ങളെ പ്രകൃതിയിലേക്ക് അലിയിപ്പിച്ച് ചേർക്കുന്നതും സസ്യങ്ങൾക്ക് അതുമൂലം പോഷണം ലഭിക്കുന്നതും ഇത്തരം മൈക്രോ ഓർഗാനിസം സൂക്ഷ്മജീവികൾ ഉള്ളതുകൊണ്ടാണ്. സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിക്കുന്നതാണ് കേട്ടോ. പാല് തൈരാകുന്നു, അരിമാവ് പുളിക്കുന്നു, അന്തരീക്ഷ നൈട്രജനെ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ലവണങ്ങളാക്കി മണ്ണിൽ ചേർക്കുന്നു, വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ തുടങ്ങിയവയുടെ വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്നു, ചികിത്സാ രംഗത്ത് പ്രയോജനപ്പെടുത്തുന്നു. ഇതെല്ലാം മൈക്രോ ഓർഗാനിസംസ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലേ? പാൽ തൈരാക്കുന്നത് അതിൽ സൂക്ഷ്മജീവികൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. അതേപോലെ നമ്മൾ വീട്ടിൽ അരിമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് പുളിപ്പിക്കുന്നു, അല്ലേ? അത് പുളിക്കാനുള്ള കാരണവും ഇങ്ങനെ സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനമാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അതേപോലെ അന്തരീക്ഷത്ത് നൈട്രജൻ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മണ്ണിലേക്ക് അത് മാറ്റിക്കൊണ്ടുവരുന്നതും ബാക്ടീരിയാസ് ആണ്, അല്ലേ? ദെൻ വിസർജ്യങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. പാലുൽപ്പന്നങ്ങൾ, വിനാഗിരി, ചണം, പുകയില, തുകൽ ഇവയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും അതിനകത്തുള്ള സൂക്ഷ്മജീവികൾ അതിലെ മാറ്റങ്ങൾ വരുത്തുന്നത് കൊണ്ടാണ്. ഇനി ചികിത്സാ രംഗത്ത് ആൻറ്റിബയോട്ടിക് ഒക്കെ ആയിട്ടും ചില സൂക്ഷ്മജീവികളെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ സൂക്ഷ്മജീവികളെ കൊണ്ട് ഏറെ പ്രയോജനങ്ങളുണ്ട് എന്ന് നാം കണ്ടു. ഇവയെ കൊണ്ട് ഉപകാരങ്ങൾ മാത്രമാണോ ഉള്ളത്? ഉപദ്രവങ്ങളും ഇല്ലേ? ഉപദ്രവങ്ങളും ഉണ്ട്, അല്ലേ? ദെൻ സൂപ്പർ ബഗ് കപ്പലുകളിൽ ഉണ്ടാകുന്ന എണ്ണച്ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയുന്നതിനായി എണ്ണ ഭക്ഷിക്കുന്ന സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സൂപ്പർ ബഗ് പഠിച്ചു വയ്ക്കുക, PSC ചോദിക്കും. കപ്പലുകൾ ചോർന്നു കഴിഞ്ഞാൽ, എണ്ണ ചോർച്ച വന്നു കഴിഞ്ഞാൽ ആ എണ്ണ കടലിൽ പോകുമ്പോൾ കടൽ മലിനമാകും. അപ്പോൾ അതിൽ നിന്ന് തടയുന്നതിന് വേണ്ടി സൂപ്പർ ബഗ് ബാക്ടീരിയകളെ ഉപയോഗിക്കും. ഈ ബാക്ടീരിയ എന്ത് ചെയ്യുകയാണ്? എണ്ണകളെ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. സോ സൂപ്പർ ബഗ് എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത് ആനന്ദ് മോഹൻ ചക്രവർത്തി എന്ന ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇന്ത്യൻ വംശജനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി. അദ്ദേഹം ജനിതക എഞ്ചിനീയറിങ്ങിലൂടെയാണ് ഈ ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. അപ്പോൾ ബാക്ടീരിയ വികസിപ്പിച്ചെടുത്തതാണ് ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ. എന്താണ് ജനിതക എഞ്ചിനീയറിംഗ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നു കേട്ടോ. DNA ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കും. സോ ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ് നിർമ്മിച്ചത്. ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മജീവികളും ഉണ്ട്. അവകളാണ് രോഗം പ്രചരിപ്പിക്കുന്നത്, അല്ലേ? ഒട്ടേറെ രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. എന്തസുഖം വന്നാലും മിക്ക അസുഖങ്ങളെയും പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയും. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരേപോലെയല്ല. ഒരേ ചുറ്റുപാടിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ രോഗങ്ങൾ ബാധിക്കാത്തത് അതുകൊണ്ടാണ്, അല്ലേ? വീട്ടിൽ ചിലപ്പോൾ എല്ലാവർക്കും പനി വരില്ല, 1-2 പേർക്കായിരിക്കും പനി വരുന്നത്. അപ്പോൾ അവരുടെ ശാരീരിക അവസ്ഥ, പ്രതിരോധ ശക്തിയൊക്കെ അനുസരിച്ചാണ് അത് ആ രോഗം വരുന്നത്. രോഗാണുക്കളെ ചെറുക്കുന്നതിൽ നമ്മുടെ ശരീരം പരാജയപ്പെടുമ്പോഴാണ് നാം രോഗത്തിന് കീഴ്പ്പെടുന്നത്. അപ്പോൾ നമുക്ക് രോഗം വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ചെറുക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയാതെ വരുമ്പോൾ അസുഖം ഉണ്ടാകുന്നു. സോ നമുക്ക് കൃത്രിമ പ്രതിരോധ ശേഷി ഉണ്ടാക്കാം. കൃത്രിമ രോഗപ്രതിരോധ ശേഷി. മുത്തശ്ശി ഇന്ന് സ്കൂളിൽ കുത്തിവയ്പ്പുണ്ട് അത്രേ, എനിക്ക് പേടിയാവുന്നു. കുട്ടികൾക്ക് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടി പറയാണ്, ഒരു കുട്ടി പറയാണ്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കണം, പേടിക്കേണ്ട, രോഗങ്ങൾ വരാതിരിക്കാനാണ് കുത്തിവെക്കുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് വസൂരി പിടിപെട്ട് പല പ്രദേശങ്ങളിലും ആളുകൾ കൂട്ടത്തോടെ മരണപ്പെട്ടിട്ടുണ്ട്. അത്തരം രോഗങ്ങളെ നിയന്ത്രിക്കാനായത് കുത്തിവയ്പ്പിലൂടെയാണ്. അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ അഥവാ വാക്സിനേഷൻസ്?
രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായ കഴിവ് നേടിക്കൊടുക്കുന്ന രീതി ഇന്ന് സർവ്വസാധാരണമാണ്. ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഉപയോഗിച്ചു വരുന്നു. വിവിധ രോഗസാധ്യതകൾ ഒഴിവാക്കാൻ ആരോഗ്യ വകുപ്പ് നടത്തിവരുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ പട്ടിക ആശുപത്രിയിൽ ലഭ്യമാണ്. ഈ പട്ടിക പരിശോധിച്ച് എല്ലാവർക്കും കുത്തിവയ്പ്പുകൾ യഥാസമയം ലഭിച്ചിട്ടുണ്ടോ എന്ന് രക്ഷിതാക്കളോട് അന്വേഷിച്ച് രേഖപ്പെടുത്താൻ കുട്ടികളോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് നിശ്ചിത പ്രായത്തിൽ രോഗ പ്രതിരോധത്തിന് വേണ്ടി കുത്തിവയ്പ്പുകൾ കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആരോഗ്യ പരിപാലനത്തിനായി വീടുകളിലും പരിസരങ്ങളിലും ചെയ്യേണ്ട ഡ്രൈ ഡേ ആചരണം, ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇവയ്ക്ക് പുറമെ നമ്മുടെ സ്വന്തം ശരീരവും നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കണം. അപ്പോൾ ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ ബോധവൽക്കരണം എന്ന രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് സ്പീഡിൽ പോവാം. ഞാൻ ഭക്ഷണത്തിന് മുമ്പ് കൈ കഴുകാറുണ്ട്, മുമ്പ് പിൻപും കൈ കഴുകാറുണ്ട്. ഞാൻ ആഴ്ചയിൽ നഖം മുറിക്കും. അടുക്കളയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വയ്ക്കാൻ ഞാൻ അമ്മയെ സഹായിക്കും. രാത്രി പല്ല് തേച്ചിട്ടേ ഞാൻ ഉറങ്ങുകയുള്ളൂ. അഴുക്കുള്ള വസ്ത്രങ്ങൾ ഞാൻ ധരിക്കാറില്ല. വഴിവെക്കിൽ തുറന്നു വെച്ച പലഹാരങ്ങൾ ഞാൻ കഴിക്കാറില്ല. ടോയ്ലറ്റിൽ പോയ ശേഷം ഞാൻ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകും. പഴങ്ങൾ കഴുകാതെ ഞാൻ ഒരിക്കലും കഴിക്കാറില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഇവർ ഈ പറഞ്ഞ പല കാര്യങ്ങളും ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ നമ്മളും ശുചിത്വമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശീലിക്കുക എന്ന് കുട്ടികളോട് പറയും. ഇനി വ്യക്തി ശുചിത്വം പോലെ തന്നെ സമൂഹത്തിൻ്റെ ശുചിത്വവും പ്രധാനപ്പെട്ടതാണ്. സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ പൊതുനിരത്തിൽ വലിച്ചെറിയാൻ പാടില്ല. മത്സ്യമാംസാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും ജലാശയത്തിലും പൊതുസ്ഥലങ്ങളിലൊന്നും ഇടാൻ പാടില്ല. വ്യക്തി ശുചിത്വത്തോടൊപ്പം സാമൂഹിക ശുചിത്വം കൂടി ഉറപ്പുവരുത്തി ആരോഗ്യമുള്ള ഒരു ജനതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സോ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ 5ാം ക്ലാസ്സാണ്. 5ാം ക്ലാസ് നമുക്ക് വൈകാതെ കംപ്ലീറ്റ് ആകും. 2-3 ചാപ്റ്റർ കൂടി ആകുമ്പോൾ നമുക്ക് 5ാം ക്ലാസ് കംപ്ലീറ്റ് ആകും. പിന്നെ 6-7 പോകുന്ന സമയത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആവും. ഹൈസ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എല്ലാ നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസും അവിടെ കാണും, പോയിന്റുകൾ നമ്മളവിടെ കാണും. സോ നമ്മളിന്ന് പഠിച്ചത് രോഗങ്ങളെ പകരുന്നവ പകരാത്തവ എന്നിങ്ങനെ തരംതിരിക്കാൻ പഠിച്ചു. രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ പഠിച്ചു. സൂക്ഷ്മജീവികൾ ഉപകാരികളും ഉപദ്രവകാരികളും ഉണ്ടെന്ന് പഠിച്ചു. ഈച്ച, കൊതുക് എന്നിവ മൂലം രോഗങ്ങൾ പടരുന്ന സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് നിർമ്മാർജ്ജന മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്ന് പഠിച്ചു. വ്യക്തി സാമൂഹിക ശുചിത്വങ്ങൾ പഠിച്ചു. രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് പഠിച്ചു. രോഗപ്രതിരോധ കുത്തിവയ്പ്പ്, അത് ആരോഗ്യ വകുപ്പിൻ്റെ സേവനം തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചു. സോ ഇത് ഇത്രയും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.